മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. കേട്ടിട്ടില്ലേ? പ്രകൃതിയെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് ഏറെ കവിതകൾ എഴുതിയ ഒരു കവിയാണ് പി മധുസൂദനൻ. അദ്ദേഹത്തിൻ്റെ 5ാം ക്ലാസ്സിലെ ആദ്യ പാഠമായ മണ്ണിൻ്റെ കിനാവുകൾ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പറയുന്ന ഈ കവിത പൂക്കളെക്കുറിച്ചുള്ളതാണ്. വിവിധ തരം പൂക്കളെക്കുറിച്ച്. പി മധുസൂദനൻ സാറിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലെ മികച്ച ബാലകവികളിലൊരാളാണ് പി മധുസൂദനൻ. എറണാകുളം ജില്ലയിലെ വളയം ചിറങ്ങരയിലാണ് പി മധുസൂദനൻ സാർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് അമ്പാശ്ശേരി വീട്ടിൽ KPP നായർ, ശാന്ത എന്നിവർ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് അമ്പാശ്ശേരി വീട്ടിലെ KPP നായരും ശാന്തയും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനുതകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. അദ്ദേഹം വളരെ നല്ല ശാസ്ത്രബോധമുള്ള കവിതകളാണ് എഴുതിയിട്ടുള്ളത്. പരിഷത്ത് കലാജാഥകളിലെ കവിതകളും പാട്ടുകളും അദ്ദേഹം ഒരുപാട് രചിച്ചിട്ടുണ്ട്. പരിഷത്ത് കലാജാഥകളിൽ പാടുന്ന പാട്ടുകളെല്ലാം ഇദ്ദേഹത്തിൻ്റേതായിരുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രപഞ്ചവും കാലവും, അതിനപ്പുറം എന്താണ്, മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാനിവിടെയുണ്ട്, ഭൂമി പാടുന്ന ശിലകൾ എന്നിവയാണ്. 2018 ഒക്ടോബർ 10 അദ്ദേഹം അന്തരിച്ചു, നമ്മളെ വിട്ടുപോയി. 2018 ഒക്ടോബർ 10 അദ്ദേഹം നിര്യാതനായത്. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുടെയും ജീവചരിത്രക്കുറിപ്പ് ഈ ചാനലിലുണ്ട് കേട്ടോ.